ഡോക്ടറെ സോഷ്യൽ മീഡിയ തുറന്നാൽ ഇപ്പം BDS at 1 lakh അല്ലെങ്കിൽ BDS എൻ്റെയർ കോഴ്സ് 5 lakh പാക്കേജ് അല്ലെങ്കിൽ 4 lakh പാക്കേജ്, ഇതാണ് എൻ്റെയർ സോഷ്യൽ മീഡിയയിൽ കാണുന്നത്. അതിലെന്താണ് വാസ്തവം? ആദ്യം തന്നെ BDS പോലൊരു കോഴ്സ് ശരിക്കും വർഷം 1 ലക്ഷം രൂപയ്ക്ക് ഫീസിൽ കൊടുക്കാവുന്നതാണോ എന്നുള്ളത് ആദ്യത്തെ ഒരു ക്വസ്റ്റ്യനാണ് ശരിക്കും. അതെ, അതിൻ്റെ ആക്ച്വലി പോസിബിലിറ്റി ഉണ്ടോ? അതാണ് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ട കാര്യം. വാസ്തവമായിട്ടുള്ള കാര്യം തന്നെയാണ്. പക്ഷേ സൗത്ത് ഇന്ത്യയിലല്ല. സൗത്ത് ഇന്ത്യയിൽ ആക്ച്വലി ഇപ്പം തീരെ ലോ റാങ്കിങ്ങിലുള്ള കോളേജിൽ പോലും മിനിമം ഒരു 2 lakh എങ്കിലും ആകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതെ, കേരള ഗവൺമെൻറ് ആക്ച്വലി 3.3 lakh പെർ ഇയർ ട്യൂഷൻ ഫീസും സ്പെഷ്യൽ ഫീസും ഹോസ്റ്റൽ ഫീസും കൂടെ ഉൾപ്പെടെ ഒരു 5 lakh പെർ ഇയർ ചാർജ് ചെയ്യുന്നുണ്ട്. അപ്പോഴാണ് അവർ പറയണത് എൻ്റെ കോഴ്സ് 5 lakhന് പഠിക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത് ഇപ്പം ജനറൽ OBC-ക്കാർക്കാണല്ലോ ഇത് അഫക്റ്റ് ചെയ്യുന്നത്, ബാക്കിയുള്ളവർക്ക് ഫ്രീ ആണ്. അതെ, അപ്പോൾ അവരെ സംബന്ധിച്ച് ഇപ്പം ബഡ്ജറ്റ് ഒരു പ്രശ്നമാണെന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ഇപ്പോൾ ബാങ്കുകാരൊക്കെ ലോൺ കൊടുക്കുന്നതൊക്കെ ഭയങ്കര സ്ട്രിക്റ്റ് ആണല്ലോ. ഒരു 4-5 ലക്ഷം രൂപയിൽ കൂടുതലൊന്നും ആളുകൾക്ക് ലോൺ കൊടുക്കുന്നില്ല. വിത്തൗട്ട് കൊളാട്ടറൽ കൊടുക്കാൻ ഓപ്ഷൻസ് ഇല്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് BDS പഠിച്ചേ പറ്റുള്ളൂ, അല്ലെങ്കിൽ ആ ഒരു ഭയങ്കരമായിട്ട് ആഗ്രഹമുള്ളവരെ സംബന്ധിച്ച് ഒരിക്കലും ഒരു മോശം ഓപ്ഷനാണ് ഞാൻ ഒരിക്കലും പറയില്ല. അതെ, അല്ല അത് മാത്രമല്ല, ഈ കൊടുക്കുന്ന കോളേജിന് ആക്ച്വലി ഒരു മിനിമത്തിൽ മേളിൽ ക്വാളിറ്റി ഉള്ള കോളേജുകളാണ് ആക്ച്വലി കൊടുക്കുന്നത് നോർത്ത് ഇന്ത്യയിൽ. നമ്മൾ കൃത്യമായി വെരിഫൈ ചെയ്ത് നമ്മൾ ആക്ച്വലി എല്ലാ വർഷവും കുട്ടികളെ അതിൽ ഗൈഡ് ചെയ്യാറുമുണ്ട്. അത് നമ്മൾ കൃത്യമായിട്ട് പറയും. ഏറ്റവും ടോപ്പ് ലെവലിലുള്ള കോളേജിൽ നമ്മൾ പറയില്ല, പക്ഷേ വൃത്തിയായിട്ട് പഠിച്ചിറങ്ങാൻ പറ്റുന്ന, നിങ്ങളുടെ ബഡ്ജറ്റ് പഠിച്ചിറങ്ങാൻ പറ്റുന്ന കോളേജുകൾ ഇന്ത്യയിലുണ്ട്. അതുമാത്രമല്ല, ഇതിൻ്റെ അകത്ത് ഏറ്റവും ആശ്ചര്യപ്പെടുത്തുന്ന കാര്യം ആക്ച്വലി മലയാളി സ്റ്റുഡൻസ്, ഇവിടുത്തെ എല്ലാം ഒരു നിറ സാന്നിധ്യം എന്ന് പറയുന്നത് മലയാളി സ്റ്റുഡൻസ് ആണ് അല്ലേ? എനിക്ക് തോന്നുന്നു 100 ഇന്ത്യക്കുള്ള കോളേജിൽ 90 മലയാളികളാണ് പഠിക്കുന്നത്. കാരണം ഏറ്റവും കൂടുതൽ അവിടെ ആക്ച്വലി അവിടെ പഠിക്കാൻ സ്റ്റുഡൻസ് ഇല്ലാത്തതുകൊണ്ടാണ് ഈ പറഞ്ഞ പോലെ മലയാളി സ്റ്റുഡൻസിനും അല്ലെങ്കിൽ അതർ സ്റ്റേറ്റ് സ്റ്റുഡൻസിനുമായിട്ട് ഇത് ഓപ്പൺ ചെയ്ത് കൊടുത്തേക്കുന്നത്. അത് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം മാക്സിമം. അതാണ് അതിൻ്റെ അകത്ത്. അതായത് വർഷം 1 ലക്ഷം രൂപ ഫീസ് BDS എന്നുള്ളത് വാസ്തവമായിട്ടുള്ള കാര്യം തന്നെയാണ്. അത് നിങ്ങൾ പ്രൊസീഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ജെന്യുവൻ ആയിട്ടുള്ള ആളുകൾ ത്രൂ തന്നെ പ്രൊസീഡ് ചെയ്യുക. അതെ, നമുക്ക് ഈ പറഞ്ഞ പോലെ കോളേജായിട്ട് ഡയറക്റ്റ് കണക്ട് ചെയ്ത് തരാൻ പറ്റും നിങ്ങളെ. അതിൻ്റെ അകത്ത് അവിടുത്തെ നോർമൽ അലോട്ട്മെൻറ്റ് ഫീസ് ഇതിനേക്കാളും 3 lakh പെർ ഇയർ തന്നെയാണ്. അവർക്ക് ആക്ച്വലി സ്റ്റുഡൻസിനെ കിട്ടാൻ വേണ്ടി ഒരു മാർക്കറ്റിംഗ് എന്ന രീതിയിലാണ് ഈ പറഞ്ഞാൽ 1 lakh പെർ ഇയർ എന്നുള്ള ട്യൂഷൻ ഫീസ് മാത്രം കൊടുക്കുന്നത്. ഇത് കൂടാണ്ട് ഹോസ്റ്റൽ നിങ്ങളുടെ അടയ്ക്കേണ്ടി വരും. നിങ്ങളുടെ കൂടെ ഉണ്ടാകുന്നത് ഒരു 100 അല്ലെങ്കിൽ 80 മലയാളി സ്റ്റുഡൻസ് കൺഫേം ആയിട്ടും ഉണ്ടാവും അവിടെ ആക്ച്വലി. അതായത് നിങ്ങൾക്ക് കേരളം വിട്ടു പോകുന്നതിൽ പ്രശ്നമില്ല. നിങ്ങൾക്ക് ബഡ്ജറ്റ് ഒരു പ്രോബ്ലം ആണ്. ഇപ്പോൾ ഒരു 10 lakhsiനുള്ളിൽ നിൽക്കണം എന്നുണ്ടെങ്കിൽ 10 lakhs അല്ല, ശരിക്കും എല്ലാ ചിലവ് ഉൾപ്പെടെ ഈവൻ ഒരു 7 lakhsiനുള്ളിൽ പോലും നിൽക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട്. നിങ്ങൾക്ക് ഡോക്ടർ പറഞ്ഞ പോലെ ബഡ്ജറ്റ് പ്രശ്നമല്ല. ബഡ്ജറ്റാണ് നിങ്ങളുടെ BDS എന്നുള്ള സ്വപ്നത്തിന് തടസ്സമായി നിൽക്കുന്നതെങ്കിൽ ഏറ്റവും നല്ല ഓപ്ഷനാണ് ആക്ച്വലി നോർത്ത് ഇന്ത്യ. നോർത്ത് ഇന്ത്യയിലേക്ക് ചെല്ലണ്ട, സെൻട്രൽ ഇന്ത്യ മുതൽ ഇങ്ങനത്തെ കോളേജ് അവൈലബിൾ ആണ്. ഈവൻ ബഡ്ജറ്റ് ഉള്ളവർക്ക് മണി സേവ് ചെയ്യാൻ പറ്റിയൊരു ഓപ്ഷൻ തന്നെയാണ്. ഇപ്പോൾ ആക്ച്വലി എനിക്ക് അങ്ങനെ ഒരാളെ എൻ്റെ ഫാമിലി ഒരാളെ വിടണമെന്നുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് അത് പരിഗണിക്കും. അതെ, ഡോക്ടറിന് ഒരു കുട്ടി ഉണ്ടെങ്കിൽ BDS പഠിക്കാൻ ആക്ച്വലി അവിടെ വിടുന്നതിന് ബുദ്ധിമുട്ടുള്ള ആളാണോ, എങ്ങനെയാണ് അതിനെപ്പറ്റി എന്താണ് ഡോക്ടറിൻ്റെ? അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. എൻ്റെ വേണ്ടപ്പെട്ട ഒരാളെ എനിക്ക് വിടണം എന്നുണ്ടെങ്കിൽ ഞാൻ ആക്ച്വലി BDSനെ സംബന്ധിച്ച് എങ്ങനെ മാക്സിമം മണി സേവ് ചെയ്ത് വിടാമെന്ന് ഞാൻ ചിന്തിക്കും. അല്ല, കാരണം എനിക്ക് തോന്നുന്നു കേരളത്തിലെ പല കോളേജിനേക്കാളും പേഷ്യൻ്റ് ഫ്ലോ ഉള്ള കോളേജുകളാണ് ആക്ച്വലി ഇവിടെ എല്ലാം അവൈലബിൾ ആയിട്ടുള്ളതെന്നാണ് തോന്നുന്നത് അല്ലേ? അതെ, കാരണം ഈ പറഞ്ഞ പോലെ അവിടെ കോളേജുകളുടെ എണ്ണത്തോടൊപ്പം തന്നെ പോപ്പുലേഷൻ വളരെ കൂടുതലായതുകൊണ്ട് കോളേജിൽ വരുന്ന പേഷ്യൻസിൻ്റെ എണ്ണം വളരെ കൂടുതലാണ്. പ്രൈവറ്റ് ഡെൻ്റൽ ക്ലിനിക്സിനെ ആശ്രയിക്കുന്നത് വളരെ കുറവാണ്. സോ ഈ പറഞ്ഞ കോളേജുകളിലെല്ലാം വളരെയധികം പേഷ്യൻറ്റ് ഫ്ലോ ഉണ്ടെന്നാണ് ഞാൻ നേരിട്ട് കണ്ടപ്പോൾ എനിക്ക് വ്യക്തമായിരിക്കുന്ന കാര്യം. സോ റൈറ്റ് സോഴ്സിലൂടെ ഏറ്റവും ബെറ്റർ കോളേജിൽ എത്തിച്ചേരുക, അതാണ് എനിക്ക് പറയാനുള്ളത്. ഈ പറഞ്ഞ 8 ലക്ഷം പെർ ഇയർ, 8 ലക്ഷം ടോട്ടൽ പാക്കേജ് എന്ന് പറയണതും 5 lakhs ടോട്ടൽ പാക്കേജ് എന്ന് പറയുന്നത് സെയിം കോളേജ് തന്നെയാണ്. പലരും പല രീതിയിൽ മാർക്കറ്റ് ചെയ്യുന്നത് മാത്രം. ഓക്കെ, താങ്ക് യു. എനിവേ എന്തെങ്കിലും ഡൗട്ട്സ് BDS ആയിട്ട് ബന്ധപ്പെട്ടുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. താങ്ക് യു.